യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അളവ് കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന കർത്താവിന്റെ കരുതന്ന വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. അനുനിമിഷവും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് വഴി നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ പൽക്കോലവും സർവശക്തനായ ദൈവം നമ്മൾ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയെത്തിരാം. കർത്താവിന്റെ കരുതൽ അനുഭവിപ്പാ, കർത്താവിന്റെ വിടുതൽ അനുഭവിപ്പാ. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ഈ പൽക്കാലം നിശ്ചയമായും ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ സ്തോത്രം. നമ്മെ തകർക്കുവാൻ പദ്ധതിയിടുന്നവരുടെ നടുവിൽ നിന്ന് ദൈവം ഒരുവനെ നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ദൈവിക വാഗ്ദത്തമുള്ള നിങ്ങൾ തകർന്നു പോകുവാൻ, നിങ്ങളുടെ ജീവന് ഹാനി വരുത്തുവാൻ ശത്രുവിനെ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. പല പദ്ധതികൾ ശത്രു നിനക്കെതിരായി പലരി കൂടി ഒരുക്കിയെന്നിരിക്കാം. പക്ഷേ ആ പദ്ധതികളെ തിരിച്ചുവിടുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ പദ്ധതികളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ പകൽക്കാലം ഭാരപ്പെടേണ്ട. ആരൊക്കെ കൂട്ടുണ്ടെങ്കിലും, നീ ഒറ്റയ്ക്കാണ് നിൽക്കുന്നുണ്ടെങ്കിലും, നിനക്ക് വേണ്ടി ദൈവം നിനക്കെതിരായി നിന്ന് കൂട്ടുകെട്ടുന്നവരുടെ ഇടയിൽ നിന്ന്, പദ്ധതി ഒരുക്കുന്നവരുടെ നടുവിൽ നിന്ന് ഒരുവനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ആമേ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൽ 37 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 21 വാക്യം ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. രൂബേൻ അത് കേട്ടിട്ട് നാം അവനെ ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ജോസഫിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുന്ന, ജോസഫിന് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ രൂപേനെ ദൈവം എഴുന്നേൽപ്പിക്കുവാനായിട്ടിടയെത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ മേൽ വാഗ്ദത്തമുണ്ടോ? നിനക്കെതിരെ ജീവഹാനി വരുത്തുക, നിന്നെ നശിപ്പിച്ചു കളയുക, നിന്നെ ഉന്മൂലനാശം ചെയ്യുക ശത്രു പദ്ധതികൾ പലരിൽ കൂടി ഒരുക്കിയെന്നിരിക്കാം, കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയെന്നിരിക്കാം, ദുരാലോചനകൾ നടത്തിയെന്നിരിക്കാം. പക്ഷേ അതിൻ്റെ നടുവിൽ നിന്ന് ഒരുവന്റെ മൈൻഡിനെ ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. കാരണം നീ അതിനകത്ത് ഒതുങ്ങേണ്ടവനല്ല, അതിനകത്ത് തീർന്നു പോകാനല്ല ദൈവം നിങ്ങളുടെ മേൽ വാഗ്ദത്തത്തെ കൈമാറിയത്. അതുകൊണ്ട് ഈ പകൽക്കാലം സ്തോത്രം, കർത്താവിൻ്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ടിടയെത്തീരും. ഇവിടെ നാം തിരുവചനത്തിലേക്ക് കടന്നു കാണുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫിന് ദൈവം ഒരു സ്വപ്നം കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. ആ സ്വപ്നം മുഖാന്തരമായിട്ട് തൻ്റെ സഹോദരങ്ങൾക്കും തൻ്റെ പിതാവിനൊക്കെയും തന്നോട് അസൂയയും ദേഷ്യവും ഒക്കെയും ഉണ്ടാകുവാനായിട്ടിടയെത്തുന്നു. ഒരു ശകാരത്തിന്റെ അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയെത്തുന്നു. അപ്പൻ ഏറ്റവും അധികം സ്നേഹിച്ച മകനായിരുന്നു ജോസഫ്. എന്ന സ്വപ്നം മുഖാന്തരമായിട്ട് അപ്പനിൽ നിന്നും ശകാരം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവന്റെ സഹോദരങ്ങൾ അവൻ പറഞ്ഞതായ സ്വപ്ന മുഖാന്തരമായിട്ട് എന്ത് ചെയ്യുന്നു? അവന്റെ വാക്കു നിമിത്തം അവന് പിന്നെയും അധികം ദേഷിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. അവന്റെ അപ്പൻ അവനെ എന്ത് ചെയ്യുന്നു? ഇത് അറിയുവാനായിട്ടിടയെത്തുന്നു, ശാസിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ജോസഫിന്റെ ജീവിതത്തിനകത്ത് ആ സ്വപ്ന മുഖാന്തരമായിട്ട് ശാസനയും ദേഷ്യവും മറ്റുള്ളതിൽ നിന്നൊക്കെയും അനുഭവിക്കുന്ന ഒരു ജീവിത മേഖലയിൽ കൂടി താൻ കടന്നു പോകുന്നു. ആ ഒരു ഘട്ടത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ജോസഫ് പിന്നെ അപ്പൻ തൻ്റെ സഹോദരങ്ങളുടെ ക്ഷേമ അന്വേഷണത്തിനായിട്ട് പറഞ്ഞുവിടുന്ന ഒരു ഭാഗം കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെ ദൂരവെ നിന്ന് തന്നെ തൻ്റെ സഹോദരങ്ങൾ ഈ ജോസഫിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു, 18 വാക്യത്തിൽ കാണുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, അവർ അവനെ ദൂരത്തിൽ നിന്ന് കണ്ടിട്ട് അവന് കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അപ്പോൾ അവൻ അടുത്ത് കടന്നു വരുന്നതിന് മുമ്പായിട്ട്
ദൂരമായിട്ട് തന്നെ ദൂരവേ വച്ച് അവനെ കണ്ടിട്ട് ഇവനെ എങ്ങനെ നശിപ്പിക്കാം, ഇവനെ എങ്ങനെ തകർത്ത് കളയാം, ഇവനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്ന് പറഞ്ഞ് പദ്ധതി ഒരുക്കുന്ന ഇവിടെ കാണുന്നു, ദുരാലോചന ചെയ്യുന്നു. അവിടെ കാണുന്നു അവരവരെ ദൂരത്തിൽ നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിനായിട്ട് എന്ത് സാഹസ്യമായിട്ട് സ്വന്തം സഹോദരനാണ് തങ്ങൾക്ക് ഒരു സ്വപ്നം കണ്ടു എന്ന പേരില് തന്റെ സ്വന്തം സഹോദരങ്ങൾ തന്നെ അവനെ കൊന്നു കളയുവാനായിട്ട് ഹല്ലേലൂയ മറ്റേതെങ്കിലും ഒരു തരത്തിൽ മാറ്റി നിർത്തുവാനല്ല, തന്റെ ജീവന് എതിരായി തന്നെ നിൽക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു അസൂയ നിങ്ങളുടെ ജീവിതത്തെ കടന്നു വന്നു. പ്രിയ ദൈവമൈതലേ, പലപ്പോഴും ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും മുഖ്യമായി നാം നോക്കിക്കഴിഞ്ഞാൽ ഒരുവൻ മറ്റവനേക്കാളും വലുതാകാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയോട് കടന്നു വരുന്ന ചില അസൂയയുടെ അനുഭവങ്ങളാണ്. അത് പല പ്രവർത്തികളിലേക്ക്, പല നാശത്തിലേക്ക്, പലതിനെ ഇല്ലായ്മ ചെയ്യുവാനൊക്കെ ആ ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുപോകാൻ ശത്രു അന്നും ഇന്നും ഒരുപോലെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ തന്നെ അവന് വിരോധമായിട്ട് സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് വിരോധവും പ്രതികൂലമായി എഴുതി വച്ചിരിക്കുന്ന സകല കൈകത്തുകളെ പൊട്ടിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്കെതിരായി, നിങ്ങളുടെ തലമുറയ്ക്കെതിരായി വിരോധമായിട്ട് പ്രതികൂലമായി എഴുതി വച്ചിരിക്കുന്ന ചില കൈയെഴുത്തുകൾക്കാണ് നിങ്ങളെ നശിപ്പിച്ച് കളയുക, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് വിരോധമായി എഴുതി വച്ചിരിക്കുന്ന ചില കൈയെഴുത്തുകളെ ദൈവം തമ്മിലെ ഇന്ന് മാറ്റുവാനായിട്ട് ഇടയത്തിരും. അതിനകത്ത് നിന്ന് നിങ്ങളെ റിലീസ് ചെയ്യുവാനായിട്ട് ഇടയത്തിരും. അതിനകത്ത് നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരും. അവന് വിരോധമായിട്ട് ദുരാലോചന ചെയ്യണം, ഇവനെങ്ങനെ നശിപ്പിച്ചു കളയാം എന്ന് പറഞ്ഞ് ഒരു ആലോചന നടത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതാ സ്വപ്നക്കാരൻ വരുന്നു, തൻ്റെ സഹോദരൻ വരുന്നു എന്നല്ല പറയുന്നത്, അവൻ്റെ പേരിനെ തന്നെ തൻ്റെ സഹോദരങ്ങൾക്ക് പറയുവാൻ പോലും മനസ്സു വയ്ക്കാതെ പറയുന്നുണ്ട് സ്വപ്നം. അപ്പം തൻ്റെ മേൽ കിടന്ന ആ സ്വപ്നത്തോടുള്ള ഒരു സ്തോത്രം ദേഷ്യം അവിടെ കാണുവാൻ സാധിക്കുന്ന, അതിനോടുള്ള ഒരു പകയ, അവരാരും കാണാത്ത ഒരു സ്വപ്നം തൻ്റെ സഹോദരൻ കാണുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ഈ സ്വപ്നം ഇവന്റെ ജീവിതത്തിനകത്ത് നിറവേറല് എന്നുള്ള ഒറ്റ ചിന്തയോടെ ആയിരിക്കുന്ന ഒരു സഹോദരങ്ങളെ ആണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, മറ്റാർക്കും ലഭിക്കാത്ത ചില ദൈവിക അരുളപ്പാടുകൾ, ദൈവിക വാക്തത്വങ്ങൾ, ദൈവിക ദർശനങ്ങൾ, ദൈവിക വെളിപ്പാടുകൾ, അല്ലെ ദൈവം നിനക്കായി ചില വാക്തത്വങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, പുറത്തു നിന്നല്ല അകത്ത് നിന്ന് തന്നെ ചില പ്രതികൂലങ്ങൾ നിനക്കെതിരെ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരാ. അത് നിനക്ക് എതിരായിട്ടായിരിക്കത്തില്ല, നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വത്തിനെതിരായിരിക്കും, നിന്റെ മേൽ കിടക്കുന്ന ദർശനത്തിനെതിരായിരിക്കും. അതുകൊണ്ട് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പക്ഷെ അതിന്റെ നടുവിലും നിന്നെ കാക്കുന്നൊരു സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ എവിടെ കൊണ്ട് എത്തിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയത്തിരാ. അതിനെതിരായി ഇനി ആരൊക്കെ നിന്ന് കഴിഞ്ഞാല് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തകർക്കുവാൻ വിട്ടുകൊടുക്കാത്ത ഒരു സ്വർഗത്തിലെ ദൈവമത്രേ നമുക്കുള്ളത്. സ്തോത്രം. നിനക്കെതിരായി പലരെ എഴുന്നേറ്റെന്നിരിക്കാം, വിരോധവും പ്രതികൂലവുമായിട്ട് നിന്നെ തകർക്കുവാനായിട്ട് ദുരാലോചനയൊക്കെ നടത്തിയെന്നിരിക്കാം. പക്ഷെ ഞാൻ ഈ പകൽക്കാലം പറയട്ടെ, ദൈവിക വാക്തത്വം ഉള്ളതിനെ തൊടുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. അവന്റെ ജീവന് ഹാനി വരുത്തുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. അവനെ സ്തോത്രം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അവന് വേണ്ടി ദൈവം ചിലതിനെ ഒരുക്കുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അതാ സ്വപ്നക്കാരൻ വരുമേ, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളയാ. എന്ത് നിസ്സാരമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. പുറത്തുള്ളവരല്ല, തന്റെ സ്വന്തം സഹോദരങ്ങളെ പറയുന്ന ഇവരെ നമുക്ക് അങ്ങ് കൊന്നു കളയാം, കൊന്നു കുഴിച്ച് കളയാം. ഹല്ലേലൂയ. അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളയാ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇവനെ കൊല്ലുവാനും
കുഴിയിലിടുവാനും ഒക്കെ പദ്ധതി ഇടുന്നതിന്റെ പിന്നിലെ കാരണം ഇവന്റെ സ്വപ്നം എന്തായി തീർണം. ഇവരെ ചിന്ത എന്താണ്? ഇവനെ കുഴിയിലിട്ട് കഴിഞ്ഞാൽ, ഇവനെ കൊന്നുകളഞ്ഞ, കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇവന്റെ വാക്തത്വം അതോടുകൂടി തീരും. പ്രിയ ദൈവ പൈതലേ, നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു സ്തോത്രം ഹല്ലേലൂയ, നിന്റെ തലമുറയെക്കുറിച്ച് ദൈവം ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെല്ലാം അതിനെതിരായിട്ട് വിരോധമായിട്ട് അതിലേക്ക് എത്തിക്കാതിരിക്കുവാനായിട്ട് പദ്ധതി ഒരുക്കി കഴിഞ്ഞാലും സ്വർഗത്തിലെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഈ പകൽക്കാലം ഉറച്ചു വിശ്വസിക്കുക. ചിലതി കൂടിയൊക്കെ കടന്നു പോയെന്നിരിക്കാം, പക്ഷേ നിന്നെ അതിനകത്തുനിന്നൊക്കെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. അവരതിന്റെ എല്ലാ പ്ലാനിങ്ങും ഒരുക്കി ഇവനെ കൊന്നുകളയാം, കുഴിയിലിടാം, എന്നിട്ട് അപ്പനോട് ചെന്ന് എന്താ പറയാം, ഒരു മൃഗം ഇവനെ കൊന്നുകളഞ്ഞു എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ആവർത്തനം പോലെ കടന്നു വരുന്ന ഒരു സ്തോത്ര പാപത്തിന്റെ ശക്തി, മറ്റുള്ളവരുടെ ഉയർച്ച കാണുവാൻ കഴിയാതെ, മറ്റുള്ളവരുടെ വിടുതൽ കാണുവാൻ കഴിയാതെ, അവ എന്നെക്കാട്ടി ഉയർന്നു വരാൻ പാടില്ല എന്നുള്ള ഒരു അനുഭവം ഇന്ന് ജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ് പല കൊലപാതകങ്ങൾക്കും, പല നാശങ്ങൾക്കും, പല കുടുംബജീവിതങ്ങളുടെ നാശത്തിനൊക്കെ കാരണമായി തീരുന്നത്. ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ നാം കണ്ടറിഞ്ഞിട്ട് നാം അവനെ ശാസിക്കണം. ഹല്ലേലൂയ. അവനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് ഇടയായി തീർണം. പ്രിയ ദൈവമക്കളെ, ആരെങ്കിലും കുറിച്ച് നമ്മുടെ ഉള്ളിനകത്ത് ആരെങ്കിലും ഉയർച്ച പ്രാപിക്കുന്നത് കണ്ട്, ആരെങ്കിലും വിടുതൽ പ്രാപിക്കുന്നത് കണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അസൂയ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ വളരുവാൻ നാം അനുവദിച്ചു കൊടുക്കാതെ നാം അതിനെ വേരോട് പറിച്ചു കളയുവാനായിട്ട് ഇടയായി തീർന്ന കർത്താവ് ഉയർത്തുന്നവനെ ഉയർത്തട്ടെ എന്ന് നാം അതിൽ സന്തോഷിക്കുവാൻ നമുക്ക് ഇടയായി തീർണം. അതിൽ ആനന്ദിക്കുവാൻ നമുക്ക് ഇടയായി തീർണം. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവന്റെ സ്വപ്നം എന്തായി തീരും. വരുവിൻ അവന്റെ കൊന്നു കുഴിയിൽ ഇടാം, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളയാം എന്ന് പറയാം. അവന്റെ സ്വപ്നം എന്താകുമല്ലോ. അതേ സ്തോത്രം. നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വം എന്താകും? ഇതാ പലരുടെ നോട്ടം. സ്തോത്രം. നീ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടി കടന്നു വരുന്നു എന്നല്ല, നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വം, നിന്റെ മേൽ കിടക്കുന്ന ദർശനം, അതിനകത്ത ശത്രു നോട്ടം ഇടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതിനകത്താക്കിയാണ് ശത്രു കണ്ണുകൾ പതിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നീ പറയുന്നില്ല, ആർക്കുമില്ലാത്ത കഷ്ടം, ആർക്കുമില്ലാത്ത പ്രതികൂലങ്ങൾ, ഞാൻ പ്രതീക്ഷിക്കാത്ത ഇടത്തിൽ നിന്നാണല്ലോ എനിക്ക് എതിർപ്പുകൾ കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അതേ സ്തോത്ര, അത് നിന്നോടല്ല, നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വത്തോട് കൂടിയാണ്. സ്തോത്ര. നിന്റെ മേൽ കിടക്കുന്ന ദൈവിക ദർശനത്തിന്റെ മേലാണ് മറ്റുള്ളവരുടെ നിന്ന് വരുന്ന എതിർപ്പുകൾ. നിന്റെ മേൽ കിടക്കുന്ന ഉയർച്ചയുടെ ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ കാണാം. അതിനോടാണ് ഹല്ലേലൂയ ശത്രു നിനക്കെതിരായി എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്ന കാരണം എന്താ? ആ ഒരു പദ്ധതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്തൊരു ജനറേഷനെ അവിടെ കരുതുവാനായിട്ട് ഒരു കരുതൽ വെളിപ്പെടുക. നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുമെന്ന് അറിയാമെങ്കിൽ ശത്രു നിനക്കെതിരായി നിന്നെ തകർക്കുവാനായിട്ട് പദ്ധതി ഒരുക്കൂ എന്നിരിക്കും. ഹല്ലേലൂയ. പക്ഷേ അതിനകത്ത് വിട്ടുകൊടുക്കാത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കാണാമല്ലോ എന്ന് തമ്മിൽ ഇവർ പറയണം. സ്തോത്രം. അപ്പൊ ഇവരെ ഒറ്റ ചിന്തയുള്ളൂ, ഇവരുടെ സ്വപ്നം എന്തായി തീരും. ഹല്ലേലൂയ. ഇതെങ്ങനെ കാണും? ഇതെങ്ങനെ സംഭവിക്കും? ജോസഫ് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സ്വപ്നം കണ്ടു, ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അടുത്ത് കാണുവാൻ സാധിക്കുന്നു, രൂബേൻ അത് കേട്ടിട്ട് നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞു അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ആ ഭാഗമാണ് ഞാൻ ഇന്ന് ടോപ്പിക്കായിട്ട് എടുത്തത്. അവരുടെ നടുവിൽ നിന്ന് ജീവഹാനി വരുത്തുവാൻ നോക്കിയവരുടെ നടുവിൽ നിന്ന്. കൂട്ടത്തിൽ രൂപേൻ ഉണ്ടെങ്കിലും ദൈവം എന്ത് ചെയ്തു? രൂപേന്റെ മൈൻഡിന് ദൈവം ചേഞ്ച് ചെയ്യിപ്പിച്ചു. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്കുക, ദൈവം ചിലതിന്റെ മൈൻഡുകളെ ചേഞ്ച് ചെയ്യിപ്പിക്കും. നാം പുറമേ നോക്കുമ്പോൾ ആരും നമ്മോടൊപ്പം കാണത്തില്ലായിരിക്കാം. അവസാന നിമിഷം വരെയും നമ്മോടൊപ്പം നിൽക്കുന്നവർ ആരും കാണത്തില്ലായിരിക്കാം. പക്ഷേ നിന്റെ ഒരു വിടുതന്റെ ആ ടൈമിന് വേണ്ടി
ചിലതിനകത്തുനിന്ന് ദൈവം നിന്നെ മാറ്റേണ്ടതിനായിട്ട് അതിന്റെ നടുവിൽ നിന്ന് തന്നെ ദൈവം ഒരുവനെ നിനക്ക് വേണ്ടി അനുകൂലമായിട്ട് എഴുന്നേൽപ്പിക്കും. നിന്റെ ജീവന് ഹാനി വരുത്താതിരിക്കേണ്ടതിനായിട്ട്, നിന്റെ പ്രാണനെ തകർത്തു കളയാതെ ഇരിക്കേണ്ടതിനായിട്ട് യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചില പദ്ധതികൾ ഈ പകൽക്കാലം ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുകയാ. സ്തോത്ര. ഇവിടെ കാണുവാൻ ശ്രദ്ധിക്കുന്നു. രൂപേൻ അത് കേട്ടിട്ട് പറയുന്നു, അവന്റെ ജീവഹാനി വരുത്തരുത്. സ്തോത്രം. അവനെ നശിപ്പിച്ചു കളയരുത്, അവനെ ഇല്ലായ്മ ചെയ്യരുത്. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ മൈൻഡിൽ അങ്ങ് ചേഞ്ച് ആവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് വേണ്ടി ഒരുവനെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞ പ്രിയ ദൈവ പൈതലെ, അവന്റെ വാക്കുകളിന്മേൽ ചില അധികാരങ്ങൾ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. രൂപൻ ഇത് പറയുമ്പോ ആരും അവന് എതിരായിട്ട് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കൂട്ടം കൂടി നിനക്കെതിരായി പദ്ധതികൾ ഒരുക്കുന്നവർ അനേകം പേർ കാണുമായിരിക്കാം. പക്ഷെ അതിന്റെ നടുവിൽ നിന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരുവനെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞ പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം വിശ്വസിക്കാൻ. സ്തോത്ര. അവനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല, അവനെ എതിർക്കുവാൻ ആർക്കും കഴിയത്തില്ല, അവന്റെ തീരുമാനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുവാൻ ആർക്ക് കഴിയില്ല. കാരണം അധികാരം ഉള്ളവനാ, അവിടെ നിന്ന് നിന്നെ വിടുവിക്കേണ്ടവനാ ഒരുവനെ എഴുന്നേൽപ്പിക്കുന്ന. സ്തോത്രം. അങ്ങനെ മാനുഷികമായിട്ട് നിനക്ക് വേണ്ടി ആരും എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അപ്പായെ, എനിക്ക് വേണ്ടി തക്ക സമയത്ത് ചിലതിനകത്ത് നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടി ഒരുവനെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു വിടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയത്തിരും. നീ ശബ്ദം കേൾക്കുമ്പോഴും ചിലപ്പോ നിങ്ങളുടെ ജോലി മേഖലയ്ക്കകത്ത് നിങ്ങൾക്കെതിരായി കൂട്ടം കൂടി നിങ്ങളെ തകർക്കുവാനായിട്ട്, നിങ്ങളെ നശിപ്പിച്ചു കളയുവാനായിട്ട് കൂടി ആലോചിക്കുന്നവർ കാണുമായിരിക്കാം. കൂട്ടം കൂടി നിൽക്കുന്നവർ കാണുമായിരിക്കാം. അവർ വലിയൊരു കൂട്ടമായിരിക്കാം. അവരോട് എതിർപ്പാനോ അവരോട് പ്രതിവാദിക്കുവാനോ ചിലപ്പോൾ നിനക്ക് ശക്തിയില്ലാത്ത വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം വിശ്വസിക്കുക, ദൈവം അതിനകത്ത് നിന്ന് ഒരുവനെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. സ്തോത്ര. ചിലതിന്റെ മൈൻഡുകളെ ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയത്തില്ല. ഈ പകൽക്കാലം പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കുക. സ്തോത്ര. ആരും സ്തോത്രം പുറമേ നിനക്ക് അനുകൂലമായിട്ട് നിന്നില്ല എങ്കിൽ ഇടപെടേണ്ട സമയത്ത് നിന്നെ നശിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന്, നിന്നെ ഇല്ലായ്മ ചെയ്ത് കളയാതിരിക്കേണ്ടതിനായിട്ട് അവിടെ ദൈവം തമ്പുരാൻ എന്ത് ചെയ്യുന്നു? ഒരുവനെ എഴുന്നേൽപ്പിക്കുക, ഒരുവന്റെ മനസ്സിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുക. അവൻ മറ്റുള്ളവരെടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന, നിന്നെ അതിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതിനായിട്ടുള്ള പദ്ധതിയുമായിട്ട് ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞു അവനെ അവരുടെ കൈ നിന്ന് വിടുവിച്ചു. ഈ പകൽക്കാലം നിനക്കെതിരായി പദ്ധതി ഇട്ടിരിക്കുന്നതിന്റെ കയ്യിൽ നിന്ന് ദൈവം ചിലർ മുഖാന്തരം നിന്നെ വിടുവിക്കാനായിട്ട് ഇടയായിത്തീരാ. നിനക്കെതിരായി കുടുക്കുകൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, നിനക്കെതിരെ രഹസ്യ അജണ്ടകൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അതിൽ നിന്ന് നിനക്കൊരിക്കലും പുറത്തു വരാൻ കഴിയാത്ത അനുഭവത്തിലായിരിക്കാം. അവരുടെ കയ്യിൽ നിന്ന് നീ ഒരിക്കലും പുറത്തു വരുവാൻ സാധ്യതയില്ലായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുവനെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചിട്ട് അവരുടെ കരത്തിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ചിലപ്പോൾ നിന്റെ ഭവനത്തിനകത്തായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ സഹോദരങ്ങളുടെ നടുവിലായിരിക്കാം, ചിലപ്പോൾ കൂട്ടുവിശ്വാസിയുടെ നടുവിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഇടത്തായിരിക്കാം മറ്റുള്ളവർ നിനക്ക് എതിരായിട്ട് നിൽക്കുന്ന. പക്ഷേ അതിന്റെ നടുവിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിനായിട്ട്, അവർ ഒരുക്കുന്ന ദുഷ്ട ആലോചനയുടെ നടുവിൽ നിന്ന് നിന്നെ വിടുവിക്കേണ്ടതിനായിട്ട്, അവർ ആലോചിക്കുന്ന ദുരാലോചനയുടെ പദ്ധതിക്കകത്ത് നിന്ന് നിന്നെ വിടുവിക്കേണ്ടതിനായിട്ട് ഈ പകൽക്കാല പ്രിയ ദൈവ പൈതലെ, അതിനകത്ത് നിന്ന് തന്നെ എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരാളെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ആർക്കൊക്കെയോ വേണ്ടി ചില നിയമങ്ങൾ, ചില തീരുമാനങ്ങൾ തിരുത്തേണ്ടതിനായിട്ട് ചിലരുടെ നാവുകളെ അധികാരപ്പെടുത്തിക്കൊണ്ട് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയത്തിനും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി ഹല്ലേലൂയ ഈ പകൽക്കാലം വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക. സ്തോത്ര. ഇന്നിന്റെ ജോലി മേഖലയ്ക്കകത്ത് എന്ത് കടന്നു വരും എന്നുള്ള ആകുലതയോടെ ആയിരിക്കാം നിങ്ങൾ ആയിരിക്കുന്ന. സ്തോത്ര. ജോലിക്ക് കടന്നു പോകണമോ വേണ്ടയോ എന്നുള്ള ഒരു
മാനസികമായ പിരിമുറുക്കത്തിനകത്തായിരിക്കും നിങ്ങൾ ആയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇന്ന് കടന്നു പോകുമ്പോ രണ്ടിലൊന്നറിയാം, ഒരു തീരുമാനം അറിയാം. എന്താ അവര് പറയുന്നത്, ഹല്ലേലൂയ, എന്നൊക്കെ ഉള്ള ഒരു അനുഭവത്തിൽ കൂടി ആകുലതയുടെ നടുവിലായിരിക്കാം ചിലപ്പോ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നത്. പ്രിയ ദൈവ പൈതലെ, ദൈവം നിന്റെ മേൽ ചില വാഗ്ദത്തങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ മേൽ ചില പദ്ധതികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, ആ പദ്ധതികൾ നിറവേറുന്നത് വരെയും നിനക്കൊരു ദോഷവും വരുവാ ദൈവം അനുവദിക്കത്തില്ല. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ശത്രു ഒരുക്കുന്ന കണികളിൽ നിന്ന്, ശത്രു ഒരുക്കുന്ന ദുരാലോചനയുടെ പദ്ധതിയിൽ നിന്ന്, അവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. അവർക്ക് പദ്ധതി ഒരുക്കുവാനേ കഴിയത്തുള്ളൂ. പക്ഷെ ആ പദ്ധതിക്കകത്തുനിന്ന് അവര് പദ്ധതി ഒരുക്കുമ്പോൾ തന്നെ അതിനകത്തുള്ളവരുടെ മൈൻഡുകളെ ദൈവം ഒരുവന്റെ മൈൻഡുകളെ ചേഞ്ച് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ കാലം വിശ്വസിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു സൈഡിൽ അവർ നിനക്കെതിരായി പദ്ധതികൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കും. സ്തോത്രം. മറു സൈഡില് അതിനകത്ത് നിന്നെ വിടുവിക്കേണ്ടതിനായിട്ട് കർത്താവ് പദ്ധതി ഒരുക്കും. ഹല്ലേലൂയ. പദ്ധതി ഒരുക്കിയവനെ ദൈവം എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അവിടെ പറയുവാനായിട്ട് രൂപൻ അത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അവന് ഹാനി വരുത്തരുത്, ജീവഹാനി വരുത്തരുത്. സ്തോത്രം എന്ന് പറഞ്ഞു അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. പ്രിയ ദൈവ പൈതലെ, വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? ആ വാഗ്ദത്തം പൂർത്തിയാകുന്നത് വരെ നിന്റെ പ്രാണന് ഹാനി വരാതോണം കാക്കുന്ന ഒരു ഉടയവനുണ്ട്. നിന്റെ ജീവന് ഹാനി വരാതോണം കാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവീയ വാഗ്ദത്തമുണ്ടോ? നിന്റെ ജീവനെതിരായി വെല്ലുവിളികൾ കടന്നു വരാം. ഹല്ലേലൂയ. നിന്റെ പ്രാണന് വിരോധികളായവർ നിന്റെ കൂട്ടത്തിനകത്ത് നിന്ന് എഴുന്നേറ്റെന്നിരിക്കാം. പക്ഷേ അവരുടെ നടുവിൽ നിന്ന് വിടുവിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ ദൈവം ഇറങ്ങേണ്ടടുത്ത് ദൈവം ഇറങ്ങുവാനായിട്ട് ഇടയത്തിര. ദൂതനെ ഇറക്കി വിടുവിക്കേണ്ടടുത്ത് ദൂതനെ ഇറക്കി വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീര. അതേ സ്തോത്രം. മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കേണ്ടടുത്ത്, മാനുഷികമായ വിടുതൽ നടക്കേണ്ടടുത്ത് ദൈവം നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവിക വാഗ്ദത്തമുള്ളതിനെ ആ പദ്ധതിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ തകരുക ദൈവം അനുവദിച്ചു കൊടുക്കില്ല. ആ ഒരു ജീവഹാനിയുടെ അനുഭവത്തിൽ നിന്ന് എന്ത് ചെയ്തു? അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവനെ കൂട്ടച്ചേർന്ന് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു പൊട്ടക്കുടിയിൽ ഇടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് യഹൂദ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹൂദ തന്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് എന്തു ഉപകാര? വരുവിൻ, നാം അവനെ ഇസ്മായേലിയർക്ക് വിൽക്കുക. അവിടെ നിന്ന് ആ പൊട്ടക്കിണറ്റിൽ ഇടുമ്പോഴും ആ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റേണ്ടതിനും ദൈവം ഒരുവനെ ഒരുക്കി. വാഗ്ദത്തമുള്ളവനെ ഒരിടത്തേക്ക് ഒതുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ സ്തോത്രം. നിനക്കെതിരായി തിന്മയ്ക്കായി കൊണ്ടുവരുന്നതിനെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും. ഹല്ലേലൂയ. അതേ കൊന്നുകളയുവാൻ പദ്ധതി ഇട്ടവരുടെ നടുവെ രൂപേനെ എഴുന്നേൽപ്പിച്ചോ. അതുപോലെ പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോ ആ പൊട്ടക്കിണർ കൊണ്ട് ഒതുങ്ങേണ്ടത് അല്ല ജോസഫിന്റെ ജീവിതം. അതേ സ്തോത്രം. അവിടെ നിന്ന് കയറ്റേണ്ടതിനായിട്ട്, അവൻ മിസ്രൈമിൽ എത്തേണ്ടതിനായിട്ട് ദൈവം എന്ത് ചെയ്തു? അവിടെ യഹൂദയുടെ ഉള്ളത്തിൽ എന്ത് ചെയ്തു? പ്രവർത്തിച്ചോ. അവിടെ കടന്നു പോയ കച്ചവടക്കാരെ അവർ കാണുവാനായിട്ട് ഇടയെത്തുന്നപ്പോ ഇവനെ ഇതിൽ നിന്ന് കയറ്റി അവർ കച്ചവടക്കാരെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. അവന്റെ മൈൻഡുകളെ ചേഞ്ച് ചെയ്യിപ്പിച്ചോ. ദൈവിക വാഗ്ദത്തം ഉള്ളവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിനായിട്ട്, അവനെ വിടുവിക്കേണ്ടതിനായിട്ട് ദൈവം ചിലതിന്റെ മൈൻഡുകളെ കർത്താവ് ചേഞ്ച് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കും. സ്തോത്ര. നിന്റെ ജീവന് നാശം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. പൊട്ടക്കിണറ്റിക്കിടന്ന് നീ അവിടെ കിടന്ന് വേദനിക്കുക, അല്ലെങ്കിൽ ദുഷ്ടജന്തുക്കളെ നിന്നെ നശിപ്പിച്ചു കളയുവാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. അവിടെ നിന്നും കയറ്റുന്ന ഒരു കർത്താവുണ്ട്. പ്രിയ ദൈവ പൈതലേ, നീ ഒന്നിനകത്ത് നിന്ന് നിന്നെ വിടുവിച്ച് കടന്നു വരുമ്പോ മറ്റൊരു പദ്ധതിയുമായി ശത്രു കടന്നു വന്നിരിക്കാം. പക്ഷേ അതിനകത്തും ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ തന്നെ ചിലതിന്റെ മൈൻഡുകളെ ദൈവം അതിനുവേണ്ടി സെറ്റ് ചെയ്യാം. നിന്നെ അതിൽ നിന്ന് രക്ഷിക്കേണ്ടതിനായിട്ട്, അതിൽ നിന്ന് നിന്നെ വിടുവിക്കേണ്ടതിനായിട്ട് ഈ പകൽക്കാലം ഹല്ലേലൂയ അതേ പറയുന്നില്ലേ, ആരും എനിക്ക് അനുകൂലമായിട്ടില്ല, ആരും എനിക്ക് സ്തോത്രം ഹല്ലേലൂയ ഒരു വാക്ക് സംസാരിപ്പാനില്ല എന്ന് പറയുമ്പോഴും ഞാൻ പറയട്ടെ, നീ യാദൃച്ഛ്യമായി നോക്കുമ്പോൾ നിന്റെ മാനുഷിക
സംശയമായി നോക്കിക്കഴിയുമ്പോ നിനക്കാരും നിന്റെ മുമ്പിൽ ഇല്ല എങ്കിൽ പ്രിയ വാക്തത്വമുള്ള ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് വിടുതലിനു വേണ്ടി എന്റെ ദൈവം തമ്മിൽ തക്ക സമയത്ത് ഓരോരുത്തരെ അവിടെ ഒരുക്കുവാനായിട്ട് ഇടയായിത്തീരാ. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഇല്ലായ്മയായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മേൽ വാക്തത്വം കൈമാറിയത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഹല്ലേലൂയ, ആ വാക്തത്വത്തെ പൂർത്തീകരിപ്പാ എന്റെ ദൈവം ശക്തനത്രേ. ഹല്ലേലൂയ. അതേ, നിന്റെ വാക്തത്വത്തിനെതിരായി, നിന്റെ മേൽ പകരപ്പെട്ട വെളിപ്പാടിനെതിരായി, നിന്റെ മേൽ പകരപ്പെട്ട ദർശനത്തിനെതിരായി വെല്ലുവിളികൾ ഉയരുമ്പോ അതിനെ കൈകാര്യം ചെയ്യുന്നത് നാം അല്ല. സ്തോത്ര, സ്വർഗത്തിലെ ദൈവമത്രേ. ഹല്ലേലൂയ. കാരണം എന്താ? നിന്നെ എത്തിക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാ. സ്തോത്രം. ചിലരുടെ മധ്യേ മാനിക്കുക എന്നത്, ചിലരുടെ നടുവിൽ നിന്നെ ഉയർത്തുക എന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന ചില പദ്ധതിയാ. ഈ പകൽക്കാലം സ്തോത്ര, ചില പൊട്ടക്കിണറ്റിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീര. ചിലരെ ജീവന് ഹാനി വരുത്തുവാൻ പദ്ധതി ഒരുക്കുന്നവരുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലെ ദൈവ ഈ പകൽക്കാലം ചില കുടുംബങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ രക്ഷകനായിട്ട് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ വെല്ലുവിളികൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം. സ്തോത്രം. നമുക്കറിയാം, ഇത്തിരി ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ ഒടുവിൽ ജോസഫ് എത്തേണ്ടടുത്ത് അവിടെ എത്തുവാനായിട്ട് മിസ്രൈമിൽ എത്തുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, രണ്ടാമനായി ദൈവം ഉയർത്തി. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിലിട്ടവനും ജീവഹാനി വരുത്തുവാൻ ദുരാലോചന ചെയ്തവർക്കൊക്കെയും ജോസഫിനെ ദൈവം ഒരു അനുഗ്രഹമാക്കി തീർത്തു. ജോസഫ് എന്ത് സ്വപ്നമാണോ ദൈവം കൊടുത്തത് ജോസഫിനെ, അതിനെ സാക്ഷാത്കരിക്കും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നീ എന്താണ് കണ്ടത്? അത് നിറവേറേണ്ടതിന് ജാഗരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. യഹോവയായ ദൈവം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ടിടയത്തിനും ദൈവം നിന്നെ കൈവിട്ട് കളയുകയില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം നീ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണ്. സ്തോത്രം. ചിലതൊക്കെ കണ്ടിട്ട് ദൈവം നിന്നെ ചിലയിടത്ത് ഉയർത്തുവാനോ ദൈവം നിന്നെ മാനിക്കുവാനോ മറ്റാർക്കും ഇല്ലാത്തത് നിന്റെ പേർ പകരുന്നത് നീ വിശ്വസ്തനാണെന്നും കണ്ടിട്ടാ ദൈവം നിന്നെ ചിലത് പരമേൽപ്പിക്കുന്നത്. അതിനെ തകർക്കുവാൻ ആരൊക്കെ നോക്കിക്കഴിഞ്ഞാല് പ്രിയ ദൈവ പൈതലേ, അത് അവരുടെ കൂടെ വിടുതലാക്കിയ. സ്തോത്ര. ഹല്ലേലൂയ. ദൈവം അതിനകത്ത് നിന്ന് നിന്നെ പൊളിച്ച് പുറത്തെടുക്കുവാനായിട്ട് ഇടയത്തില്ല. ഈ പകൽക്കാലം വിശ്വസിക്കുക, ശത്രുവിന് നിന്നെ തകർക്കുവാൻ, നിന്നെക്കെതിരായി നീ കണ്ടതായ സ്വപ്നത്തെ തകർക്കുവാനായിട്ട് പദ്ധതി ഒരുക്കുവാനേ കഴിയത്തുള്ളൂ. പക്ഷേ സ്വപ്നം തന്നവേ നിന്നെ അതിലേക്ക് എത്തിക്കേണ്ടതിന് വേണ്ടി പദ്ധതി ഓൾറെഡി ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പദ്ധതിയെ നടക്കത്തുള്ളൂ. അതേ പറയാറില്ലേ പലപ്പോഴും നമ്മുടെ കർത്താവേ, ഞാൻ കണ്ട സ്വപ്നം ഇതാണ്, എന്റെ മേൽ പകരപ്പെട്ട വെളിപ്പാടിതാണ്, ഞാൻ കേട്ട ദൈവശബ്ദം ഇതാണ്, പക്ഷെ എനിക്കെതിരാണല്ലോ ഞാൻ കടന്നു പോകുന്നെന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ശത്രു നിന്റെ ജീവിതത്തിൽ തിന്മയ്ക്കായി കൊണ്ടുവരുന്നതിനെ നന്മയിലേക്ക് കടത്തിവിടുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ അറിയാത്ത വഴികളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായിത്തീര. പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടി നീ കടന്നു പോകുമ്പോ അതൊക്കെയും എന്താ, നിന്റെ വാക്തത്വത്തിലേക്ക് നീ കയറുക, ആ വാക്തത്വത്തിലേക്ക് നീ എത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. സ്വപ്നത്തെ പറ്റി മാത്രമേ ദൈവം ജോസഫിനോട് പറഞ്ഞുള്ളൂ. പൊട്ടക്കിണറുണ്ടെന്നോ നിനക്കെതിരെ ജീവഹാനി വരുത്തുവാൻ നോക്കുമെന്നോ ഒരു സ്തോത്രം ഹല്ലേലൂയ ഈ ഒരു കാരാഗ്രഹമുണ്ടോ, ഈ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല. പക്ഷേ പ്രിയ ദൈവ പൈതലേ, വാക്തത്വമുണ്ടോ? ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്. സ്തോത്ര. ചിലതെല്ലാം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊന്നും നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ നിന്നൊക്കെ തക്ക സമയത്ത് ഓരോ ഘട്ടമായിട്ട് ഓരോന്നിനകത്തുനിന്ന് കർത്താവ് നിന്നെ കരം പിടിച്ച് പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതി ഇടുന്നവരുടെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കേണ്ടതിനായിട്ട് ഒരുവിന് ആ കൂട്ടത്തിൽ നിന്ന്
എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീര. വാഗ്ദത്തമുള്ള ദൈവ പൈതലെ, നിന്റെ ജീവനെ തൊടുവാൻ, നിന്റെ ജീവന് ഹാനി വരുത്തുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. ദൈവത്തിന്റെ കരം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയത്തില്ല. ചിലർക്കെതിരായുള്ള ദുരാലോചനയുടെ പദ്ധതികളെ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തെ ഈ പകൽക്കാലം ദൈവം പൊട്ടിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി അനുകൂലപ്പെടാൻ പോകുക. സ്തോത്ര. അനുകൂലമായ ചിലരെ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോകുക. അനുകൂലമായി നിനക്ക് വേണ്ടി സംസാരിക്കുക. ഓഫീസിൽ നിനക്ക് വേണ്ടി സംസാരിക്കുക. നിന്റെ ജോലി മേഖലയിൽ നിനക്ക് വേണ്ടി സംസാരിക്കുക. ഈ പകൽക്കാലം ചിലരെ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. രാത്രിക്കാലം അങ്ങനെ ഒരു മേഖല കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. നീ പ്രതീക്ഷിക്കാത്ത ഹല്ലേലൂയ ചിലരെ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടതിനായിട്ട്. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മൈൻഡിനകത്ത് ഹല്ലേലൂയ ദൈവം നിന്നെ കുറിച്ചുള്ള തോന്നലുകൾ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ചിലരുടെ കണ്ണിന് മുമ്പിൽ ദൈവം ചിലതിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. അതൊക്കെ ദൈവം നിന്നോട് കാണിക്കുന്ന ഒരു കരുണയുടെ പ്രകാരമായിട്ട് ദൈവം നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്പണുകളാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ഈ പകൽക്കാലം ചിലതിനകത്ത് ഒതുക്കിക്കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുമ്പോ അവിടെ നിന്ന് ഈ പകൽക്കാലം നിന്നെ കയറ്റി പുറത്തെടുക്കും. ഹല്ലേലൂയ. അടുത്തൊരു സ്റ്റെപ്പ്. കുറെ നാൾ കൊണ്ട് നീ കിടക്കുന്നില്ലേ ചിലയിടത്ത്. ഹല്ലേലൂയ. വാഗ്ദത്തം ഉണ്ടായിട്ട് നിനക്ക് മൂവ് ചെയ്യാൻ കഴിയാതെ കിടക്കുമ്പോ ചില പൊട്ടക്കിണറ്റിന്റെ അനുഭവമെങ്കിൽ ആ പൊട്ടക്കിണറ്റിന്റെ അനുഭവത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കും. ഹല്ലേലൂയ. അടുത്ത വാഗ്ദത്തത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ ദൈവം കരം പിടിച്ചു കയറ്റുവാനായിട്ട് ഇടയായിത്തീരും. എന്നും പൊട്ടക്കിണറല്ല, അവിടെ നിന്നൊരു മൂവിങ് ഉണ്ട്. ഹല്ലേലൂയ. അടുത്തൊരു സ്റ്റേജ്, വാഗ്ദത്തത്തിലേക്കുള്ള അടുത്തൊരു സ്റ്റേജ്, യേശുവിന്റെ നാമത്തിൽ കണ്ട ദർശനത്തിന്റെ അടുത്തൊരു സ്റ്റേജ്, ദൈവം തന്ന സ്വപ്നത്തിന്റെ അടുത്തൊരു സ്റ്റേജ്. ഹല്ലേലൂയ. ചില സ്റ്റക്കായി കിടക്കുന്ന മേഖലയ്ക്കകത്തുനിന്ന് കർത്താവ് ഇന്ന് നിന്നെ അതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നാളുകൾ കൊണ്ട് വാഗ്ദത്തം ഉണ്ടായിട്ട് ഒരേ മേഖലയ്ക്കകത്ത് നിങ്ങളായിരിക്കുമ്പോൾ ഈ പകൽക്കാലം അതിനകത്തുനിന്നൊരു ചേഞ്ച് സ്വർഗത്തിലെ ദൈവം തരും. അതിനുവേണ്ടി ദൈവം ചിലരുടെ കണ്ണുകളെ തുറപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. നിങ്ങളെ തകർക്കുവാൻ പദ്ധതിയിടുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ വേണ്ടി ദൈവം ഒരാളെ എഴുന്നേൽപ്പിക്കും. അതേ ദുരാലോചനയുടെ പദ്ധതിക്കകത്തുനിന്ന് നിന്റെ ജീവന് ഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ഒരാളെ എഴുന്നേൽപ്പിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ ഈ പകൽക്കാലം വെളിപ്പെടുവാൻ സഹായിക്കട്ടെ. വാഗ്ദത്തമുള്ളതിനെ തകർത്തു കളയുവാൻ പദ്ധതി ഇടുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അവരെ രക്ഷിക്കേണ്ടതിനായിട്ട് ഈ പകൽക്കാലം ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കുന്ന സ്തോത്രം. അധികാരമുള്ള ദൈവം അധികാരത്തോടെ ഈ പകൽക്കാലം ചിലർക്ക് വേണ്ടി ദൈവം സംസാരിക്കേണ്ടതിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുന്ന സ്തോത്രം. ആ ഒരു മേഖല തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം വിടുതലായി വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആരുമില്ല, ഞങ്ങൾക്ക് വേണ്ടി വാദിപ്പാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ കർത്താവെ തന്റെ ജനത്തിന് മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളെ ഓർത്ത് ചിലതിനകത്ത് സ്റ്റക്കായി കിടക്കുന്ന മേഖലയ്ക്കകത്തുനിന്ന് ഒരു ചേഞ്ച്. ഹല്ലേലൂയ. അടുത്ത ഒരു ഘട്ടം യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന് മേൽ ഓപ്പൺ ആകട്ടപ്പ. ഉടൻ ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.